ഹായ് ഹലോ ഗൈസ്. അപ്പോൾ നമുക്കിന്നൊരു ലഞ്ച് ഉണ്ടാക്കിയാലോ? അരിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്കൊരു ചോറും ഒരു കറിയും ഒക്കെ ഒന്ന് റെഡിയാക്കിയാലോ? അപ്പോൾ കൂടെ കുടിക്കും. ഞാൻ അരിയൊക്കെ എടുത്ത് നല്ലോണം കഴുകി കേട്ടോ. കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഊറ്റിയെടുത്ത് കേട്ടോ. അങ്ങനെ നേരെ കുക്കറിനകത്തോട്ട് അരി മൊത്തം ചാടിച്ച് കുടഞ്ഞിട്ട് കേട്ടോ. എല്ലാം ഇട്ടിട്ട് നേരെ കുക്കർ അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഓണാക്കി കേട്ടോ. അങ്ങനെ ഗ്യാസൊക്കെ ഓണാക്കി എൻ്റെ കുക്കർ എടുത്ത് നേരെ ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കേട്ടോ. അങ്ങനെ കുക്കർ അവിടെ നേരെ ഞാൻ അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോഴേ നമ്മുടെ ചോറ് കുക്കറെ കയറ്റിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മോരുകറിക്കുള്ള പരിപാടി തുടങ്ങാം. അടുത്തത് മോരുകറിയുടെ പരിപാടിയാണ്. ആദ്യം തന്നെ ഇഞ്ചി എടുത്ത് നന്നായിട്ട് പൊളിച്ച് വെച്ചു. പിന്നെ വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി അരിഞ്ഞ് വറക്കി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നേരെ പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുത്ത് കേട്ടോ. കടുക് എടുത്ത് പൊട്ടിച്ചിട്ടതിന് ശേഷം അതിനകത്തൊക്കെ കരിയാപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് നേരെ നന്നായിട്ട് തട്ടി കേട്ടോ. തീ ഒന്ന് കുറച്ച് വെക്കാൻ ഞാനൊന്ന് മറന്നുപോയി. അപ്പോഴത്തേക്ക് കരിയാപ്പില കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ നേരെ എല്ലാ സ്പൈസസ് ഇടാനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ കാണിക്കാൻ മറന്നു പോയത് മാത്രമല്ല. അങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം എൻ്റെ മോരുകറിയുടെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുള്ളൂ. അടുത്തത് നേരെ ഒരു നല്ല ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു. നേരെ തന്നെ ഫിഷ് നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് അത്ര എളുപ്പമായി. അതുകൊണ്ട് നേരെ എണ്ണ ചൂടാതിന് ശേഷം ഈ മീൻ എടുത്ത് ഇടാന്നുള്ള കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പെട്ടെന്ന് തന്നെ എൻ്റെ മീനും എല്ലാം വറുത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ചോറായി, മീൻ വറുത്തതായി, മോരുകറിയായി കേട്ടോ. കഴിക്കാനുള്ള ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. മോരുകറിയുണ്ട്, ചോറുണ്ട്, നല്ല മീൻ വറുത്തതുണ്ട്. അപ്പം നമുക്ക് ഈ ഡ്രസ്സും കൂടെ പറഞ്ഞപ്പോഴത്തേക്കും മാറിയല്ലേ. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയൊന്ന് കഴിക്കട്ടെ. നല്ല വിശപ്പോട്ട് ഏകദേശം 1 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.